ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ അറസ്റ്റിലായ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിക്കും സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധനുമായി SIT ഇന്ന് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. കൊല്ലം വിജിലൻസ് കോടതിയിലാണ് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുക. റിമാൻഡ് കാലാവധി കഴിയുന്നതിനെ തുടർന്ന് പത്മകുമാറിനെയും ഇന്ന് വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും. പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയും കോടതി പരിഗണിക്കുന്നുണ്ട്. ദിവസങ്ങൾക്ക് മുൻപ് അറസ്റ്റിലായ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും കൂടുതൽ ചോദ്യം ചെയ്യാനാണ് SIT നീക്കം. ഇവർക്കായി കൊല്ലം വിജിലൻസ് കോടതിയിൽ ഇന്ന് സമർപ്പിക്കുന്ന കസ്റ്റഡി അപേക്ഷ വരും ദിവസങ്ങളിൽ കോടതി പരിഗണിക്കും. ആദ്യഘട്ടത്തിൽ അന്വേഷണം വഴിതിരിച്ചുവിടാൻ പ്രതികൾ ശ്രമിച്ചിരുന്നു. പിന്നാലെയുള്ള ചോദ്യം ചെയ്യലിലാണ് സ്വർണം വേർതിരിച്ചത് സംബന്ധിച്ച നിർണായക വിവരങ്ങൾ SITക്ക് ലഭിക്കുന്നത്. സ്മാർട്ട് ക്രിയേഷൻസ് കമ്പനിയിൽ നിന്നും വേർതിരിച്ച സ്വർണം ഗോവർദ്ധന്റെ കയ്യിലെത്തിയിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മാത്രമല്ലാതെ മറ്റു പ്രതികൾക്ക് ഇവരുമായി നേരിട്ട് ബന്ധമുണ്ടോ എന്നതും SIT പരിശോധിക്കുന്നുണ്ട്. കേസിൽ ഏറ്റവും ഒടുവിൽ അറസ്റ്റിലായത് ദേവസ്വം ബോർഡ് അംഗമായിരുന്ന N വിജയകുമാറാണ്. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയുടെ മൊഴിയും SIT മുഖവിലക്കെടുത്തിട്ടുണ്ട്. വിഗ്രഹക്കടത്ത് റാക്കറ്റുമായുള്ള ബന്ധം തെളിഞ്ഞാൽ D മണിക്കും വരും ദിവസങ്ങളിൽ കുരുക്കുമുറുകാനാണ് സാധ്യത. കേസിൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും CPM നേതാവുമായ പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി തീരുന്നതിനെ തുടർന്ന് ഇന്ന് വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും. പത്മകുമാർ സമർപ്പിച്ച ജാമ്യാപേക്ഷയും വിജിലൻസ് കോടതി പരിഗണിക്കും. താൻ മാത്രമായി ഒന്നും ചെയ്തിട്ടില്ല, ദേവസ്വം ബോർഡിന് കൂട്ടുത്തരവാദിത്തമുണ്ടെന്ന് കാട്ടി നേരത്തെ ഹൈക്കോടതിയിലടക്കം പത്മകുമാർ സമർപ്പിച്ച ജാമ്യ ഹർജികൾ തള്ളിയിരുന്നു. ജനം, കൊല്ലം.